Hello students, we can summarize the equation of a circle in polar coordinates as follows. Case 1, center pole and radius a. This is case 1. Then the equation is r equal to a. Case 2, it is a general case. അതിൽ നിന്ന് നമുക്ക് ഏത് വേണമെങ്കിലും derive ചെയ്യാം. Case 2, center p0 r0 theta 0 and radius a. Equation a square equal to r0 square plus r square minus 2 r0 r cos theta minus theta naught, where PR theta is any point of the circle, P0 R0 theta naught is the center of the circle, and A is the radius of the circle. Then case 3, the circle passes through the origin. Then we get R0 equal to A, and the equation simplifies to R equal to 2A into cos theta minus theta naught. When the circle passes through the origin, circle എപ്പോഴേലും ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ വാല്യൂ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട, രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. R equal to 2A cos theta minus theta naught എന്നുള്ളത് ഉപയോഗിച്ചാൽ മതി. അതിൻ്റെയും ഒരു സ്പെഷ്യൽ കേസാണ് കേസ് 4 എന്ന് പറയാം. Circle passes through the origin and the center is on the initial line. സർക്കിൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുകയും സെൻറ്റർ ഇനിഷ്യൽ ലൈനിലാകുകയും ചെയ്യുന്ന കേസാണിത്. സർക്കിൾ പാസസ് ത്രൂ ഒറിജിൻ ഓർ പോൾ, ഒറിജിൻ ആൻഡ് സെൻറ്റർ ഓൺ ഇനിഷ്യൽ ലൈൻ, സെൻറ്റർ ഇനിഷ്യൽ ലൈനിലും ആണ്. ഇതെന്താ ഇക്വേഷൻ? ഇനിഷ്യൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിൻ, ഇനിഷ്യൽ ലൈൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുക. ഇതെന്താ ഇക്വേഷൻ? സിംപ്ലിഫൈസ് ടു, അഗെയിൻ 2 ക്യാൻ ബി സിംപ്ലിഫൈഡ് ടു. ഇനീഷ്യൽ ലൈനിൽ റൈറ്റ് സൈഡിലാകുമ്പോൾ തീറ്റ നോട്ട് ഈക്വൽ ടു, തീറ്റ നോട്ട് എന്ന് പറയുന്നത് സെൻറ്ററിലെ ആംഗിളാണ്. സെൻറ്റർ ഈ ലൈനിലാണ്, ഇനീഷ്യൽ ലൈനിലാണ്, പോളിന് റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. തീറ്റ നോട്ട് 0 എന്ന് കൊടുക്കുക, ആർ ഈക്വൽ ടു 2A cos തീറ്റ എന്ന് കിട്ടും. ഇനി കേസ് 3യുടെ ചില വേരിയേഷൻസും കൂടി നമ്മൾക്ക് കാണാം. സർക്കിൾ പാസസ് ത്രൂ ദ ഒറിജിൻ ആൻഡ് സെൻറ്റർ lies on the initial line towards the right of the pole, means the center lies on the positive x-axis. അപ്പോൾ ഇവിടെ സെൻറ്റർ പോസിറ്റീവ് x-axisലാണ് ലാസ്റ്റ് നമ്മൾ കണ്ട കേസ് 4ൽ ഉണ്ടാകുക. സർക്കിൾ പാസസ് ത്രൂ ഒറിജിൻ ആകുമ്പോൾ ഇക്വേഷൻ ഇതാണെന്ന് ഓർക്കുക. ഒറിജിനിൽ കൂടെ എപ്പോഴെങ്കിലും സർക്കിൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ r ഈക്വൽ ടു 2A ഇൻറ്റു കോസ് തീറ്റ മൈനസ് തീറ്റ നോട്ട് എന്ന് എടുക്കാം എന്നുള്ളത് മനസ്സിൽ വെക്കുക. എന്നിട്ടാണ് നമ്മളിപ്പോൾ ഇക്വേഷൻസ് ചെയ്യാൻ പോകുന്നത്. അതിന് 4 വേരിയേഷൻസാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കേസ് നമ്മൾ ലാസ്റ്റ് ചെയ്ത കേസ് 4 തന്നെയാണ്. സെൻറ്റർ ഓൺ ദ ഇനിഷ്യൽ ലൈൻ, ഓർ വി കം ടു ദ വേർഷൻ ഇനിഷ്യൽ ലൈൻ ഈസ് ദ പോസിറ്റീവ് x-axis. സർക്കിൾ പാസസ് ത്രൂ ദ ഒറിജിൻ ആൻഡ് സെൻറ്റർ ലൈസ് ഓൺ ദ ഇനിഷ്യൽ ലൈൻ ഓർ പോസിറ്റീവ്. ഇനിഷ്യൽ ലൈൻ പോസിറ്റീവ് x-axis ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ സെൻറ്റർ എവിടെയാണ്? സർക്കിൾ പാസസ് ത്രൂ ദ ഒറിജിൻ. ഇത് സെൻറ്റർ ആണെങ്കിൽ സർക്കിളിൻ്റെ ഒരു ഹാഫ് താഴെയും ഒരു ഹാഫ് പൊക്കത്തിലുമായിട്ട് വരും. ദിസ് വിൽ ബി ദ സർക്കിൾ. അപ്പോൾ ഇത്തരം ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ തീറ്റ നോട്ട്, ഈ സെൻറ്ററിലെ കോർഡിനേറ്റ് r0 ഈക്വൽ ടു റേഡിയസ് a. r0 എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് പോളിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ടുണ്ട്. അപ്പോൾ A0 എന്നാണ് ഇവിടെ വരിക. അപ്പോൾ r ഈക്വൽ ടു 2A ഇൻറ്റു കോസ് തീറ്റ മൈനസ് തീറ്റ നോട്ട് എന്നായി. തീറ്റ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് r ഈക്വൽ ടു 2A ഇൻറ്റു കോസ് തീറ്റ എന്നായി. ദെൻ വി മൂവ് ടു കേസ് 2. കേസ് 2, സർക്കിൾ പാസസ് ത്രൂ ദ ഒറിജിൻ ഈസ് കോമൺ. സെൻറ്റർ ഓൺ നെഗറ്റീവ് x-axis. സെൻറ്റർ നെഗറ്റീവ് x-axisലാണ് എന്ന് വിചാരിക്കുക. ഇനീഷ്യൽ ലൈനാണ്, ഇനീഷ്യൽ ലൈനിൻ്റെ മറ്റേ പാർട്ടിലാണ്. ദിസ് ഈസ് ദ ഇനീഷ്യൽ ലൈൻ, ഇത് ഇനീഷ്യൽ ലൈനാണ്. സർക്കിൾ പാസസ് ത്രൂ ദ ഒറിജിൻ, സർക്കിൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. സെൻറ്റർ ഇൻ ദ നെഗറ്റീവ് x-axis. അപ്പോൾ ഇങ്ങനെയാണ്. ഇത് ഒറിജിൻ, ദിസ് ഈസ് ദ ഒറിജിൻ, ദിസ് ഈസ് ദ സെൻറ്റർ. ഹിയർ ദിസ് ഈസ് ദ സെൻറ്റർ. ഈ ഇനീഷ്യൽ ലൈനിൻ്റെ മറ്റേ പാർട്ടാണ്, ലെഫ്റ്റ് പാർട്ടാണ്. ഇത് നെഗറ്റീവ് x-axis. ഇവിടെ തുടങ്ങി ഇങ്ങോട്ടുള്ളത് പോസിറ്റീവ് y-axis, നെഗറ്റീവ് y-axis ഒക്കെ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അന്നേരം എളുപ്പമാണ്. ഇവിടെ ഒറിജിൻ ഇതാണ്, പോസിറ്റീവ് x-axis, പോസിറ്റീവ് y-axis, നെഗറ്റീവ് x-axis എന്ന് പറഞ്ഞത് ഇതാണ്. പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് പോളാറിലാണ്. അപ്പോൾ ഇവിടെ എന്താ, ഇവിടുത്തെ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് തന്നെയാണ്. അപ്പോൾ P0 എന്ന് പറയുന്നത് ഇപ്പോൾ A, തീറ്റ നോട്ട് എന്താ, തീറ്റ നോട്ട്
ഈ സെൻറ്ററിലെ ആംഗിൾ. ഇതാണ് ഇനിഷ്യൽ ലൈൻ. അപ്പോൾ ഇത്രയും മെഷർ ചെയ്തു. തീറ്റ നോട്ട് ഈക്വൽ ടു പൈ. ഹിയർ തീറ്റ നോട്ട് ഈക്വൽ ടു പൈ. എന്താ ഇക്വേഷൻ? ആർ ഈക്വൽ ടു 2a ഇൻറ്റു കോസ് 2a ഇൻറ്റു കോസ് തീറ്റ മൈനസ് പൈ എന്നാവും. And you know that cos minus theta equal to cos theta. Therefore, we can write it as 2a into cos pi minus theta എന്ന് വേണമെങ്കിലും ഇതിനെ എഴുതാം. പക്ഷേ പൈ മൈനസ് തീറ്റ ആകുമ്പം അത് ഏത് ആംഗിളിൽ അടക്കുക? പൈ മൈനസ് തീറ്റ. പൈ മൈനസ് തീറ്റ. പൈ ഇതാണ്, പൈ മൈനസ് തീറ്റ. ഇവിടെ എല്ലാം പോസിറ്റീവാണ്, ഇവിടെ സൈൻ മാത്രം പോസിറ്റീവ്. അപ്പോൾ പൈ 180-ക്കാകുമ്പോൾ 180-ക്കും 360-ക്കും ചേഞ്ച് ഇല്ല. 90-ക്കും 270-ക്കും സൈൻ കോസ് ആയിട്ടും കോസ് സൈൻ ആയിട്ടും ഒക്കെ മാറുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതെന്താവും? 2a ഇൻറ്റു കോസിന് ചേഞ്ച് ഇല്ല, കോസ് തന്നെയാവും. പൈ മൈനസ് തീറ്റ ആയതുകൊണ്ടത് സൈനിന് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, അത് നെഗറ്റീവ് ആയിരിക്കും. തീറ്റ കോസ് തീറ്റ അതിന് നെഗറ്റീവ് ആയിരിക്കും, മൈനസ് 2a കോസ് തീറ്റ. ആർ ഈക്വൽ ടു മൈനസ് 2a കോസ് തീറ്റയാണ് ഇവിടുത്തെ ഇക്വേഷൻ. അടുത്തത് കേസ് 3. കേസ് 3 എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ഇതേപോലെ സർക്കിൾ പാസസ് ത്രൂ ദ ഒറിജിൻ ആണ്. സെൻറ്റർ ഓൺ പോസിറ്റീവ് y ആക്സിസ്. സെൻറ്റർ ഓൺ പോസിറ്റീവ് y ആക്സിസ്. സർക്കിൾ പാസസ് ത്രൂ ഒറിജിൻ ഉണ്ടേ, അത് ഓർത്തോണം. അപ്പോൾ ദിസ് ഈസ് ദ ഒറിജിൻ, ദിസ് ഈസ് ദ ഇനീഷ്യൽ ലൈൻ. ഇനീഷ്യൽ ലൈൻ ഇവിടെ, ഇനീഷ്യൽ ലൈൻ ഇവിടെ ഉണ്ട്, നെഗറ്റീവ് x ആക്സിസ് ആണ്. ഇപ്പോൾ പോസിറ്റീവ് y ആക്സിസിലാണ് സർക്കിൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യും. പോസിറ്റീവ് y ആക്സിസിലാണ് സെൻറ്റർ. സെൻറ്റർ സംവെയർ ഹിയർ. സർക്കിൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യും. അപ്പോൾ ഇതുപോലെയാണ് സർക്കിൾ ഇരിക്കുക. ദെൻ വാട്ട് വിൽ ബി ദ കോർഡിനേറ്റ്സ്? സെൻറ്ററിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് ആ സർക്കിളിൽ ഒരു പോയിൻ്റ് ആയതുകൊണ്ട് റേഡിയസ് തന്നെയാണ്. ഈ എ തന്നെയാണ്. ആർ നോട്ട് ഈക്വൽ ടു എ തന്നെയാണ്. തീറ്റ നോട്ട് എന്തായി? പൈ ബൈ 2 ആയി. ഇനീഷ്യൽ ലൈനിൽ നിന്നുള്ള ആംഗിൾ ഈ ആംഗിളാണ്, പൈ ബൈ 2 ആണ്. തീറ്റ നോട്ട് ഈക്വൽ ടു പൈ ബൈ 2. ആർ നോട്ട് ഈക്വൽ ടു എ എന്നുള്ളത് പറയണ്ട. ഈ കേസ് സർക്കിൾ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ പാസിംഗ് ത്രൂ ഒറിജിൻ. പാസിംഗ് ത്രൂ ഒറിജിൻ എന്ന് പറഞ്ഞപ്പോൾ ആർ നോട്ട് ഈക്വൽ ടു എ ആണ്. അത് ഈ കേസിലെല്ലാം അങ്ങനെയാണ്. അപ്പോൾ തീറ്റ നോട്ട് ഈക്വൽ ടു പൈ ബൈ 2 എന്നും കൂടി അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ? ആർ ഈക്വൽ ടു 2a ഇൻറ്റു കോസ് തീറ്റ മൈനസ് പൈ ബൈ 2. കോസ് തീറ്റ മൈനസ് പൈ ബൈ 2. കോസ് മൈനസ് പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് എഴുതാൻ 2a ഇൻറ്റു കോസ് മൈനസ് ചെയ്താലും കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് തന്നെയാണ്. അപ്പോൾ കോസ് പൈ ബൈ 2 മൈനസ് തീറ്റയോട് ഇത് ഈക്വലാണ്. ഇനി പൈ ബൈ 2 മൈനസ് തീറ്റ ആകുമ്പം പൈ ബൈ 2 90 ആകുമ്പം കോസ് സൈനായിട്ട് ചേഞ്ച് ചെയ്യും. 2a ഇൻറ്റു സൈൻ എന്നായി. സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ ഇവിടെയാണ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് നമ്മുടെ ആംഗിൾ, ഇവിടെയാണ്. അവിടെ എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ സൈൻ കോസ് സൈനായി. ഇത് 90 ആയതുകൊണ്ട് കോസ് സൈനായി, സൈൻ തീറ്റ എന്നായി. 2a സൈൻ തീറ്റ എന്നായി. ദെൻ കേസ് 4 ചെയ്യാതെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. സെൻറ്റർ ഓൺ നെഗറ്റീവ് y ആക്സിസ്. സെൻറ്റർ ഓൺ നെഗറ്റീവ് y ആക്സിസ്. ഈ ഇക്വേഷൻസ് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാൽ ചില പ്രോബ്ലംസ് ചെയ്യാൻ അത് ആവശ്യമുണ്ട്. ദിസ് ഈസ് ദ ഒറിജിൻ, ദിസ് ഈസ് ദ ഇനീഷ്യൽ ലൈൻ. ഹിയർ in case 3 center is in the positive y axis. Here center is in the negative y axis. നെഗറ്റീവ് y ആക്സിസിലാണ് നമ്മുടെ സെൻറ്റർ. സംവെയർ ഹിയർ, ഇവിടെയാണ് സെൻറ്റർ എന്ന് വിചാരിക്കുക. സർക്കിൾ പാസസ് ത്രൂ ദ ഒറിജിൻ അതിപ്പോഴും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സർക്കിൾ. ഇനി ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് പറഞ്ഞാൽ എയും തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 പൈ പ്ലസ് പൈ ബൈ 2 ദാറ്റ് ഇസ് 3 പൈ ബൈ 2. 270 അല്ലേ? 3 പൈ ബൈ 2. 3 ഇൻറ്റു 180 ഡിവൈഡ് ബൈ 2 270. 3 പൈ ബൈ 2 എന്നുള്ളതാണ് കോർഡിനേറ്റ്. ആർ നോട്ട് ഈക്വൽ ടു എ എല്ലായിടത്തും കോമൺ ആണ്. അപ്പോൾ ഇനി നമുക്ക് വ്യത്യാസം വന്നത് എന്താ? തീറ്റ നോട്ടാണ്. തീറ്റ നോട്ട് ഈക്വൽ ടു 3 പൈ ബൈ 2 ഈക്വൽ ടു 270 ഡിഗ്രിയിൽ, റേഡിയനിലാണെങ്കിൽ 3 പൈ ബൈ 2. ആർ ഈക്വൽ ടു 2a ഇൻറ്റു കോസ് തീറ്റ മൈനസ് തീറ്റ നോട്ട് ഈക്വൽ ടു 3 പൈ ബൈ 2. നേരത്തെ പോലെ തന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. 2a ഇൻറ്റു കോസ് 3 പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. 3 പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് എഴുതാം. 3 പൈ ബൈ 2 270 ആണ്. അപ്പോൾ കോസ് സൈൻ ആവും. 2a ഇൻറ്റു സൈൻ, പിന്നെ എഴുതുമ്പം 3 പൈ ബൈ 2 മൈനസ് തീറ്റ. 3 പൈ ബൈ 2 മൈനസ് തീറ്റ. 3 പൈ ബൈ 2 ഇവിടെയാണ് മൈനസ് തീറ്റ. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിലാണ്. ഓൾ സൈൻ, ഇവിടെ കോസ് മാത്രമേ പോസിറ്റീവായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. -2a സൈൻ തീറ്റ എന്ന് കിട്ടും.
ആർ ഈക്വൽ ടു മൈനസ് 2a സൈൻ തീറ്റ എന്നായിരിക്കും നമ്മുടെ വാല്യൂ. അപ്പോൾ നമുക്കൊന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. സെൻറ്റർ പോസിറ്റീവ് എക്സ് ആക്സിസിലാണെങ്കിൽ ആർ ഈക്വൽ ടു 2a കോസ് തീറ്റ, സെൻറ്റർ നെഗറ്റീവ് എക്സ് ആക്സിസിലാണെങ്കിൽ ആർ ഈക്വൽ ടു മൈനസ് 2a കോസ് തീറ്റ, സെൻറ്റർ പോസിറ്റീവ് y ആക്സിസിലാണെങ്കിൽ ആർ ഈക്വൽ ടു 2a സൈൻ തീറ്റ, സെൻറ്റർ നെഗറ്റീവ് y ആക്സിസിലാണെങ്കിൽ ആർ ഈക്വൽ ടു മൈനസ് 2a സൈൻ തീറ്റ. എല്ലാം പാസിംഗ് ത്രൂ ദ ഒറിജിൻ. പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആണെങ്കിൽ ആർ നോട്ട് ഈക്വൽ ടു എ മുമ്പ് ചെയ്തതിൽ ഇക്വേഷൻ 1 കൊടുത്തതാണ്. പാസിംഗ് ത്രൂ ഒറിജിൻ ആണ് ആർ ഈക്വൽ ടു 2a, ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ആർ ഈക്വൽ ടു 2a ഇൻറ്റു കോസ് തീറ്റ മൈനസ് തീറ്റ നോട്ട് എന്നാണ്. ഇനിയിപ്പം സെൻറ്റർ ഇതിലേത് സ്ഥലത്താണ് എന്നുള്ളതനുസരിച്ച് തീറ്റ നോട്ടിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അത് പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് തീറ്റ നോട്ട് 0, നെഗറ്റീവ് എക്സ് ആക്സിസിലാണെങ്കിൽ തീറ്റ നോട്ട് പൈ, പോസിറ്റീവ് y ആക്സിസിൽ തീറ്റ നോട്ട് 5/2, നെഗറ്റീവ് y ആക്സിസിൽ തീറ്റ നോട്ട് 3/2. ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഇക്വേഷൻസ് കിട്ടും. നിങ്ങൾ ഇക്വേഷൻസ് ഓർത്തിരുന്നാലും മതി. സെൻറ്റർ പോസിറ്റീവ് എക്സ് ആക്സിസിലാകുമ്പോൾ ആർ ഈക്വൽ ടു 2a കോസ് തീറ്റ, സെൻറ്റർ നെഗറ്റീവ് എക്സ് ആക്സിസിലാകുമ്പോൾ ആർ ഈക്വൽ ടു മൈനസ് 2a കോസ് തീറ്റ അന്നൊക്കെ അറിഞ്ഞാൽ മതി. അതിൻ്റെ ഡെറിവേഷൻസ് അറിയണമെന്ന് വലിയ നിർബന്ധം ഇല്ലാന്ന് തോന്നുന്നു. എന്നാലും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നിങ്ങളത് ശ്രദ്ധിക്കുക, പഠിക്കുക. നമുക്കിനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. ഇക്വേഷൻസ് ഓഫ് ദി സർക്കിൾസ് ഇൻ പോളാർ ഫോം പാസിംഗ് ത്രൂ ഒറിജിൻ ആൻഡ് ഹാവിംഗ് ഗിവൺ റേഡിയസ് ആൻഡ് സെൻറ്റർ. ആദ്യത്തെ ക്വസ്റ്റിന് റേഡിയസ് 3 എന്ന് വന്നിട്ടുണ്ട്, സെൻറ്റർ 3, 0 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 4 കേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പാസിംഗ് ത്രൂ ഒറിജിൻ എന്നുള്ളത് ശ്രദ്ധിക്കുക. If the circle passes through the origin, then we have to identify whether the center is in the x-axis, y-axis നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. നമുക്ക് ഒറിജിൻ ഓർ പോൾ ആൻഡ് ദ ഇനീഷ്യൽ ലൈൻ ഇതാണ് ഉള്ളത്. സെൻറ്റർ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? പാസിംഗ് ത്രൂ ഒറിജിൻ. ഇപ്പോൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. സെൻറ്റർ എവിടെയാണ്? 3, 0. സെൻറ്റർ 3, 0. എക്സ് ഇത് ഇനീഷ്യൽ ലൈൻ തന്നെയാണ് എക്സ് ആക്സിസ്. അപ്പോൾ 1, 2, 3. 3, 0 is the center. സെൻറ്റർ 3, 0. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും സർക്കിള് ഈ ഫോമിലായിരിക്കും ഏകദേശം. ദെൻ ഇത് എവിടെയാ? പോസിറ്റീവ് എക്സ് ആക്സിസിലെ സെൻറ്റർ. അപ്പോൾ ജനറൽ ഇക്വേഷൻ എന്താ? ആർ ഈക്വൽ ടു 2a ഇൻറ്റു കോസ് തീറ്റയാണ് ജനറൽ ഇക്വേഷൻ. ആർ ഈക്വൽ ടു 2a കോസ് തീറ്റ. തീറ്റ നോട്ട് 0 ആണ്, അതൊന്നും നോക്കണ്ട. പാസിംഗ് ത്രൂ ഒറിജിൻ ആകുമ്പോൾ നമുക്ക് 4 ഫോർമാറ്റ്സേ ഉള്ളൂ. പോസിറ്റീവ് എക്സ് ആക്സിസിലെ സെൻറ്ററിൽ ആർ ഈക്വൽ ടു 2a കോസ് തീറ്റ, നെഗറ്റീവ് എക്സ് ആക്സിസിലാണെങ്കിൽ ആർ ഈക്വൽ ടു മൈനസ് 2a കോസ് തീറ്റ. അത് ഓർത്തിരുന്നാൽ മാത്രം മതിയാവും. ഇല്ലെങ്കിൽ നമ്മൾ അതിനു മുമ്പ് പറഞ്ഞ കേസ് 3യിൽ തീറ്റ നോട്ടിൻ്റെ വാല്യൂ കൊടുക്കണം, എന്നിട്ടത് ട്രിഗ്നോമെട്രിക് റിലേഷൻസ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യണം. അതിന് എളുപ്പം ഇതാണെന്ന് തോന്നുന്നു. ദിസ് ഈസ് ഈക്വൽ ടു ഹിയർ a ഈക്വൽ ടു 3, 2 ഇൻറ്റു a ഈക്വൽ ടു 3 കോസ് തീറ്റ ജനറലാണ് വാല്യൂ. തീറ്റ നോട്ടാണ്, അത് വെച്ച് നമ്മളുള്ള കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ പോസിറ്റീവ് എക്സ് ആക്സിസിലാകുമ്പം തീറ്റ നോട്ട് 0 ആണ്, അത് വെച്ചാണ് ആർ ഈക്വൽ ടു 2a കോസ് തീറ്റ. ആറും തീറ്റായി അവിടെ നിൽക്കും. ആർ തീറ്റ ഇസ് എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. ആർ ഇൻ ടേംസ് ഓഫ് തീറ്റ, ദാറ്റ് വിൽ ബി ദ ജനറൽ ഇക്വേഷൻ. ആർ ഈക്വൽ ടു 6 കോസ് തീറ്റ എന്നുള്ളതാണ് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ. ദിസ് ഈസ് ദ ജനറൽ ഫോം. ജനറൽ ഫോം ആർ ഈക്വൽ ടു 2a കോസ് തീറ്റ എന്നതാണ് വെൻ സർക്കിൾ പാസസ് ത്രൂ ഒറിജിൻ ആൻഡ് സെൻറ്റർ ഓൺ പോസിറ്റീവ് എക്സ് ആക്സിസ്. സെൻറ്റർ ഓൺ പോസിറ്റീവ് എക്സ് ആക്സിസ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആർ ഈക്വൽ ടു 6 കോസ് തീറ്റ എന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു. അടുത്തൊരു പ്രോബ്ലം റേഡിയസ് 2ഉം സെൻറ്റർ 2π/2 ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഒറിജിൻ ദെൻ ഇനീഷ്യൽ ലൈൻ ലൈക്ക് ദിസ്. ഹിയർ വി ഹാവ് പാസസ് ത്രൂ ദ ഒറിജിൻ. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി സെൻറ്റർ 2π/2 പറഞ്ഞിരിക്കുന്നത്. π/2 മീൻസ് ദ പോസിറ്റീവ് y ആക്സിസ്. 2 പോസിറ്റീവ് ഡിസ്റ്റൻസ് 2 ആണ്. അപ്പോൾ 2π/2 സെൻറ്റർ. സി 2π/2 ആണ് സെൻറ്റർ. അപ്പോൾ സെൻറ്റർ ആണെങ്കിൽ സർക്കിള് നമുക്ക് വരയ്ക്കാം. സർക്കിള് ഇങ്ങനെ ഇരിക്കുന്ന സർക്കിളാണ്. ദെൻ ഹിയർ വി ഹാവ് a ഈക്വൽ ടു റേഡിയസ് a ഈക്വൽ ടു 2 ആൻഡ് ദ സെൻറ്റർ ഓൺ ദ positive y-axis. a equal to 2, center on positive y-axis. Then the general form is r equal to 2a into sin theta. a equal to 2, r equal to 4 sin theta എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതുപോലെ 2 പ്രോബ്ലംസും കൂടെ നിങ്ങൾ ചെയ്യുക. ചെയ്യാനുള്ളത് മൂന്നാമത്തത് ഇതാണ്. റേഡിയസ് ഈക്വൽ ടു റേഡിയസ് 1/2, സെൻറ്റർ മൈനസ് 1/2, 0. നാലാമത്തെ പ്രോബ്ലം റേഡിയസ് 1, സെൻറ്റർ -1π/2. സെൻറ്റർ ഏത് ആക്സിസിലാണ് എന്ന് നോക്കിയിട്ട് നിങ്ങൾ
ഇക്വേഷൻ തീരുമാനിക്കുക. r equal to 2a cos theta ആണോ 2a sin theta ആണോ -2a cos theta ആണോ -2a sin theta ആണോ